ജമ്മു കാശ്മീരിലെ എയർ സ്റ്റേഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ പാകിസ്ഥാന്റെ സൈനിക നീക്കം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇന്ത്യ അതിന് നൽകാൻ പോകുന്ന മറുപടി എന്താണ്? ഒപ്പം തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമ്പോൾ രാജ്യം ഇതുവരെ പ്രഖ്യാപിച്ച ജാഗ്രതയ്ക്കപ്പുറമുള്ള നീക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ? ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ നീക്കം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇന്ത്യ അതിനെ ചെറുക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് നീക്കങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ ബ്ലാസ്റ്റുകൾ അതിർത്തി മേഖലകളിലെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പുതിയ വിവരം വരുന്നു. സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം റദ്ദാക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് അത് റദ്ദ് ചെയ്ത് കൂടുതൽ വിശദീകരണം വേണ്ടിവരും. എന്തായാലും സൈന്യം വാർത്താ സമ്മേളനം റദ്ദാക്കി എന്ന വിവരം കൂടി പുറത്തു വരുന്നു. ബ്രീഫിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന വിവരം പുറത്തു വരുന്നു. സൈന്യം വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിൽ മറ്റെന്താ നീക്കമാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് വ്യക്തമാക്കിയത്? ഒരുപക്ഷെ ഒരു കാര്യം വ്യക്തമാണ്. പാക് പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർ സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങളും തുടർ നീക്കങ്ങളും ഉണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ ഈ എയർ സ്റ്റേഷനുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യവും ഈ നീക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യ തങ്ങളുടെ എയർ സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ നീക്കം നടത്തിയെന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് പാകിസ്ഥാന്റെ വാദം. എന്താണ് ഈ വാർത്താ സമ്മേളനം റദ്ദാക്കുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതേത് തരത്തിലുമാകാം. ഒരു പക്ഷേ കൂടുതൽ തെളിവുകളുമായി പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്താൽ മതി എന്ന് സൈന്യം തീരുമാനിക്കുന്നതാണോ? അതോ കടുത്ത നടപടിയിലേക്ക് കടക്കാതെ കഴിയുകയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലും ഈ പബ്ലിക് അഡ്രസ്സിംഗ് ഒഴിവാക്കിയതാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ പാകിസ്ഥാനൊക്കെ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നു. 10 മണിക്ക് സൈന്യം മാധ്യമങ്ങളെ കണ്ടേക്കും, അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യം വിശദീകരിക്കുമെന്ന വിവരം കൂടിയുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള വാർത്താ സമ്മേളനം റദ്ദാക്കിയതിന് കാരണം ഇപ്പോഴും സൈനിക നീക്കം തുടരുന്നത് കൊണ്ടാണ്. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കണ്ടേക്കും. എന്തുകൊണ്ട് എന്നതിൽ വ്യക്തത ഒരുപക്ഷെ 10 മണിക്ക് തന്നെയായിരിക്കും നൽകാൻ പോവുക. എന്തായാലും രാജ്യം 10 മണിക്ക് ഇതുവരെ നടന്ന സൈനിക നീക്കത്തെ വിശദീകരിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ആർമി നേരിട്ടോ അതല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെട്ടേക്കാം. 10 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന അറിയിപ്പുണ്ട്. രാജ്യത്തോട് വിശദീകരിക്കുകയാണ്. 10 മണിക്ക് അല്പസമയം 5:45 പ്രഖ്യാപിച്ചിരുന്ന ആ വാർത്താ സമ്മേളനം 10 മണിയിലേക്ക് മാറ്റിയെന്ന പുതിയ വിവരം കൂടി സർക്കാർ വിശദീകരിക്കും. അതായത് ഈ സേനയ്ക്കപ്പുറത്തേക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ അതിനു മുകളിലോ നേരിട്ട് ഒരു സർക്കാർ വിശദീകരണം വരുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ നേരിട്ട് ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുക അങ്ങനെ കരുതേണ്ട ആവശ്യമുണ്ടോ ഈ സമയത്ത്? സ്വാഭാവികമായും ഈ സൈനിക നീക്കം എന്തെന്ന വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇതുവരെ ഈ അതിർത്തി മേഖലയിലെ ഒരു സീസ് ഫയർ വയലേഷൻ അപ്പുറത്തേക്ക് കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ ആ ജാഗ്രതാ പ്രഖ്യാപനവും ഇന്ത്യ നൽകിയ മറുപടിയും വിശദീകരിക്കുന്നുണ്ട്. ഈ വിശദീകരണം രാജ്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാനുള്ള മറുപടി കൂടിയായി മാറുകയാണ്. കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശത്രുരാജ്യവും അടക്കം ഇത്തരം ഔദ്യോഗിക വിശദീകരണങ്ങളെ കാത്തിരിക്കുകയാണ്. ഇന്ത്യ എന്ത് മറുപടി നൽകും എന്ന ചോദ്യത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നുവെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ മറുപടികൾ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഔദ്യോഗിക വാർത്താ സമ്മേളനങ്ങളും വിശദീകരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങളെയും മാധ്യമങ്ങളെയും കാര്യങ്ങൾ അറിയിക്കുന്നതിനും അപ്പുറം ഇത് ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. സ്വാഭാവികമായും ആ സാഹചര്യം അത് വ്യക്തമാക്കപ്പെടും. അല്പസമയത്തിനുള്ളിൽ തന്നെ 10 മണിക്ക് സർക്കാർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടും ഇന്നലെ രാത്രിയുമായി തന്ത്രപ്രധാനമായ യോഗങ്ങളും കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പലവട്ടം സൈനിക മേധാവികളെ കാണുന്നു. ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവിയും
സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു. അങ്ങനെ തന്ത്രപ്രധാനമായ യോഗങ്ങളാണ് ഇന്നലെ നടന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു യുദ്ധമുഖം, പൂർണ്ണ യുദ്ധമുഖത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞോ? എന്താണ് പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ? അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് ജാഗ്രതാ നിർദ്ദേശം പോവേണ്ടതുണ്ട്. എയർ ബേസുകൾ അടക്കമുള്ള ഇടങ്ങൾ, ബ്രഹ്മോസ് പോലെയുള്ള സ്റ്റോറേജ് കേന്ദ്രങ്ങൾ, ബ്രഹ്മോസിന്റെ സ്റ്റോറേജ് കേന്ദ്രം പോലെയുള്ള തന്ത്രപ്രധാന ഇടങ്ങൾ. അങ്ങനെ ഇന്ത്യയുടെ സൈനിക ശക്തി നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ സൈനിക ശക്തിയിൽ നഷ്ടം വരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട്, നാശം വരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ കൂടുതൽ സൈനിക നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങളാണ് ഒരുപക്ഷെ സൈന്യം വിശദീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളുടെ ശൈലി പരിശോധിക്കാം. അതായത് പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. അത് സൈന്യം ഔദ്യോഗികമായി തന്നെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ നടക്കുകയാണ്. ഒപ്പം തന്നെ ചൈന നിർമ്മിത മറ്റ് ആയുധ ശ്രേണി പാകിസ്ഥാനുണ്ട്. അത് സ്വാഭാവികമായും അവർ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും. ഇതിന് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്തായെന്ന ചോദ്യമുണ്ട്. കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് നാവികസേനയുടെ നീക്കമുണ്ടാക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്ന സൂചന കൂടി വരുന്നുണ്ട്. എന്തായാലും തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അതിർത്തി മേഖലയിലെ സംഘർഷം അത് പുതിയ തലത്തിലേക്ക് മാറുന്നു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, കൂടുതൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും മാറുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ. സജിത്ത്, ഈ പാകിസ്ഥാൻ നിലപാട് സ്വീകരിക്കുന്നത്, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സ്വീകരിക്കുന്നത് ഇന്ത്യയെ പരിപൂർണമായി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം. IMF-ൽ പോലും പാകിസ്ഥാന് വായ്പ അനുമതി കിട്ടിയ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പിന്തുണയുണ്ട് പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് എന്നുള്ളൊരു തോന്നൽ പോലുമുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് പാകിസ്ഥാന് ആ തരത്തിൽ അത് വിശദീകരിക്കാനും സാധിക്കും. സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തുകയാണ് എന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂർഖാനും ഷോർക്കോട്ടും മുറദും ഒക്കെ ആ വിഷയത്തിനകത്ത് ഭീകര കേന്ദ്രങ്ങൾക്ക് മാത്രം ആക്രമണം നടത്തിയ ഇന്ത്യ എന്തുകൊണ്ട് സൈനിക ക്യാമ്പിലേക്ക് ആക്രമണം നടത്താൻ നിർബന്ധിതരായി എന്നൊരു വിഷയം ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിന് മറ്റൊരു തരത്തിൽ ആരോപിക്കുന്നു. ഇതിനുള്ള മറുപടി കൂടി രാജ്യത്തിന് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ. ഈ വാർത്താ സമ്മേളനത്തിന് അങ്ങനെ ഒരു തലം കൂടി കാണാം അല്ലേ? തീർച്ചയായും അതുണ്ടാകും. ഒപ്പം 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത് വിദേശകാര്യ സെക്രട്ടറി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അതിനൊരു വലിയ മുഖമുണ്ട്. കാരണം വിദേശകാര്യ സെക്രട്ടറി എന്നത് നയതന്ത്ര തലത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. രാജ്യം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപനം നടത്തുന്നത് വിദേശകാര്യ സെക്രട്ടറി തന്ത്രപ്രധാനമായ ഇടമാണ്. നമുക്കറിയാം അപർണ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം തന്ത്രപ്രധാനമായ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആരും തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടില്ല. രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരൊന്നും നേരിട്ട് ഇന്ത്യയുടെ സൈനിക നീക്കം സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. അതൊരു യുദ്ധതന്ത്രമാണ്, ഒരു നയതന്ത്ര നീക്കമാണ്. കാരണം അത് ഉദ്യോഗസ്ഥരാണ് അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ തീരുമാനങ്ങൾ പിന്നിൽ എടുക്കുകയും ചെയ്യുകയാണ്. ഒപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് അവരുടെ പ്രസ്താവനകളൊക്കെ അതീവ ജാഗ്രതയോടെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും കാണുന്നതും.